2022 ഫിഫ വേൾഡ് കപ്പ് വരെ നമുക്ക് നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ പറ്റി. നമ്മുടെ ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് രണ്ട് റിവീലിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. പുറത്തേക്ക് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് കൂടുതൽ പേയ്മെന്റ് കിട്ടാനുണ്ടാവും. അത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. 47 ലീഡ്സിനെ 47 സ്റ്റാർട്ടിങ് ഫുൾ ഡൗൺ തന്നെയായിരുന്നു. 10,000 rupees നമുക്ക് നേരെ ഒരു 85,000 rupeesലേക്ക് ഒരു 1 peak ആയിരുന്നു. എന്റെ കേസിലായിരുന്നു. അപ്പൊ എംപ്ലോയി ആയിട്ടുണ്ട്, ഫ്രീലാൻസർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തുറന്നുള്ളത് കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അവര് തന്നെ ചോദിക്കുന്നുണ്ട് ഇതിൽ കോഡിംഗ് റിലേറ്റഡ് ആണ്. Guys, this is Pavel and I have Akshay with me. ഇതൊരു പോഡ്കാസ്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അക്ഷയ് നിന്റെയോ? എന്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോ ഈ ഒരു പോഡ്കാസ്റ്റോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏജൻസിയിൽ ചെയ്യുന്നു ഫ്രം TMS ക്രിയേറ്റീവ്സ് ടു ഒരു പുതിയൊരു വെഞ്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഒരു ചെയ്യണം എങ്ങനെയായിരുന്നു? TMS ക്രിയേറ്റീവ്സ് 2010 എന്റെ ഫാദർ ആണ് ഫൗണ്ട് ചെയ്തത്, മിസ്റ്റർ തോമസ് കുര്യൻ. ആളൊരു വളരെ ചെറിയൊരു ഏജൻസി ആയിട്ട് ലോക്കലി ഉള്ള ബ്രാഞ്ചായിട്ട് തുടങ്ങിയതാണ്. അതിന് മുമ്പ് പുള്ളി ഖത്തറിലായിരുന്നു. നമ്മള് 2022 ഫിഫ വേൾഡ് കപ്പ് വരെ നമുക്ക് നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ പറ്റി. അഡ്വർടൈസിംഗ് പാർട്ണറായിട്ട് നമുക്ക് ഒരു ചാൻസ് കിട്ടിയായിരുന്നു. അപ്പൊ അത് നമുക്കൊരു വലിയൊരു ബൂമിംഗ് ആയിരുന്നു ഒരു ജേർണി. പിന്നെ നമുക്ക് മിൽമ അങ്ങനത്തെ വളരെ അധികം ബ്രാൻഡ്സ് ഉണ്ട്. അതായത് നാഷണൽ ആയിട്ടുള്ള ക്ലയൻസ് നമുക്ക് അതെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ TMS അക്കാഡമി ഇപ്പൊ അതാണ് നമ്മുടെ പുതിയ വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ പുതിയ വെഞ്ചറിലേക്കുള്ള ലൈക്ക് എങ്ങനെയായിരുന്നു ആ പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ? എനിക്കറിയില്ല ഇത് ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ചലഞ്ച് ആണെന്നും, ബട്ട് ഐ ഡോണ്ട് തിങ്ക്. അതായത് എല്ലാ ഫൗണ്ടേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഹയറിംഗ് അഥവാ ടീം ബിൽഡിംഗ്. അതായത് ക്ലയൻസിനെ കിട്ടാനോ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതെ അത് നമുക്ക് ഇപ്പൊ നമ്മുടെ അക്കാഡമി കൊണ്ടുവരാൻ നോക്കിയപ്പോൾ നമുക്ക് ഒരു 2 months ഡിലേ വന്നത് നമുക്ക് ട്രെയിനറിനെ കിട്ടാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറിനെ കിട്ടാൻ നമുക്ക് ട്രെയിനറിന്റെ ലീഡ്സ് കിട്ടിയായിരുന്നു. പക്ഷെ നല്ലൊരു ട്രെയിനർ, ആ ഒരു ട്രെയിനറിനെ കൊണ്ട് നമുക്ക് അതിനുവേണ്ടി നമ്മൾ 2 months സ്ട്രഗിൾ ചെയ്തു. നമുക്ക് ശരിക്കൊരു ഡൗൺ പോലെ ആയിരുന്നു ആ ടൈം. സമയത്ത് സ്റ്റാർട്ടിങ് ഫുൾ ഡൗൺ തന്നെയായിരുന്നു. സാധാരണ ബിസിനസിന് അപ്സ് ആൻഡ് ഡൗൺസ് ആയിരുന്നു. പക്ഷെ നമ്മുടെ കേസില് സ്റ്റാർട്ടിങ് ഡൗൺസ് തന്നെയായിരുന്നു കുറെ ടൈമില്. പിന്നെയാണ് നമുക്ക് നമ്മുടെ ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് രണ്ട് റിവീലിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് 47 സ്റ്റുഡൻസ്, നമ്മൾ 10 സ്റ്റുഡൻസ് ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് ആയിരുന്നു ഫസ്റ്റ് ബാച്ചില്. പക്ഷെ എന്തോ ദൈവത്തിന്റെ ഗ്രഹങ്ങളോ നമുക്കൊരു 47 സ്റ്റുഡൻസ് അതിനെ ഫുൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 47 ലീഡ്സിനെ 47 മാറ്റാൻ. അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു നമുക്ക്. ഇപ്പൊ ലൈക്ക് ഈ TMS അക്കാഡമി ഇപ്പൊ ഞാൻ പവല് ലൈക്ക് എനിക്ക് LKG തൊട്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. LKG ടു 10th വരെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ പവലിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരു പുതിയൊരു സ്റ്റോറി കണ്ടു. ഞാൻ റിപ്ലൈ ചെയ്തു, ലൈക്ക് നമുക്ക് മീറ്റ് ചെയ്താലൊന്ന് റിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഡേ മീറ്റ് ചെയ്തു, ബിസിനസ് ഓൺ ആക്കി. അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഒരു പ്ലാനിൽ തന്നെയായിരുന്നു. എന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു കൃത്യമായ ധാരണ എനിക്കുണ്ടായിരുന്നു. കാരണം ഏജൻസി ഉണ്ട്, വേറെ കാര്യങ്ങളുള്ള കാരണം എളുപ്പമല്ല മാനേജ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒരു ആപ്റ്റായിട്ടൊരു പേഴ്സൺ വന്നാലാണ് എനിക്ക് തോന്നാൻ വേണ്ടത് ഒത്തിരി ധാരണ ഉണ്ടായി. അപ്പൊ ആ സമയത്തിനാണ് എനിക്ക് മെസ്സേജ് അയച്ചതും പിന്നെ നമ്മൾ കണ്ടതും. ഒട്ടും ഡിലേ വന്നില്ല. ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങി. ഫസ്റ്റ് നമുക്ക് കുറച്ച് ലൈക്ക് തുടങ്ങണോ വേണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. തുടങ്ങണ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ശരിക്കും ഒരു ഡ്രോപ്പ് ലെവലിലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ഹയറിംഗ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മള് ചാലക്കുടിയിലാണ് ഈ TMS അക്കാഡമി നമ്മളിപ്പോ തുടങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതപ്പോ ലോക്കൽ സ്റ്റുഡൻസിന്, അതായത് ഇപ്പോ ഇവിടെ തന്നെ പോവാതെ ലോക്കൽ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പഠിക്കാനുള്ള മിക്ക കുട്ടികളും ഇങ്ങനത്തെ കോഴ്സുകൾ പഠിക്കാനായിട്ട് കൊച്ചിയിലും ഓൺലൈൻ കോഴ്സസ് ഓൺലൈൻ കോഴ്സ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് പറയുന്നത് ഏകദേശം നമ്മുടെ കോവിഡ് പീക്ക് ടൈമിൽ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് റിമോട്ട്ലി സംഭവം പഠിക്കാൻ നോക്കുന്നതും അതായത് കാശ് കൊടുത്ത് ഒരു ഓൺലൈനിൽ പഠിക്കുന്നതും അതുപോലെ തന്നെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് പഠിക്കുന്നതും എനിക്ക് ഏകദേശം ഒരുപാട് തോന്നി. കാരണം അതൊരു വാല്യൂ ആയിട്ട് തോന്നുന്നില്ല. അതിപ്പോ എനിക്കിപ്പോ പ്രൂവ് ചെയ്തു. കാരണം ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രല്ല നമ്മുടെ ഇപ്പൊ ഇതൊരു 4 months കോഴ്സ് ആണല്ലോ. അതിൽ 2 months തന്നെ ഫുൾ പ്രാക്ടിക്കൽ സെഷൻസ് ആണ്, തിയറി സെഷൻസ് കുറവാണ്. പിന്നുള്ള 2 months ഇന്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡ് ആണ്. അത് നമ്മൾ
ലൈക്ക് നാഷണൽ ക്ലയൻസിന്റെ അതെ ജോബ് റിലേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നാഷണലിനൊപ്പം തന്നെ ഷാർക്ക് ടാങ്ക് അറിയാമായിരിക്കും. ഷാർക്ക് ടാങ്കിന്റെ ഒരു 3 ബ്രാഞ്ചും കൂടെ നമുക്ക് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഞാൻ ഏജൻസി എന്നുള്ള രീതിക്ക് പക്കായിട്ട് തുടങ്ങിയേക്കുന്നത് ഞാൻ ഈ ഒരു 6 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങിയിട്ട് അതിനുള്ളിൽ തന്നെ ഫ്രീലാൻസിംഗ് ഉണ്ടായിരുന്നു. ഈ ഒരു 6 മന്ത്സ് ജേണിക്കുള്ളിൽ തന്നെ എനിക്ക് ഷാർക്ക് ടാങ്ക് ബ്രാൻഡ്സ് കിട്ടി എനിക്ക്. അപ്പൊ അതിലൊക്കെ ഈ നമ്മുടെ ഈ സ്റ്റുഡൻസിനും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവർ അപ്പൊ കൊടുക്കുക. അവര് ഈ ഒരു പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അക്കാഡമിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യണം. ആ പ്രൊജക്ട്സ് ഒക്കെ അവരുടെ പോർട്ട്ഫോളിയോ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ 4 മന്ത്സ് നമ്മള് ജോബ് അഷുറൻസും ചെയ്യുന്നുണ്ട്. അതെ അതെ, അത് മെയിൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവിടെ തന്നെ ഹയർ ചെയ്യണം. അത്യാവശ്യം നല്ല റിക്വയർമെന്റ്സ് എനിക്ക് എന്റെ ഓഫീസിൽ തന്നെ ഉണ്ട്. കാരണം ഇവിടെ 3 വെർട്ടിക്കൽസ് ഉണ്ട്. 3 വെർട്ടിക്കൽസ് മാർക്കറ്റ് എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവിടെ തന്നെ എനിക്ക് നല്ലൊരു ബാൻഡ്വിഡ്ത്തിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എന്നെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഫൗണ്ടേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡ് ഓണേഴ്സ്, ഫൗണ്ടേഴ്സ്, ഏജൻസി ഫൗണ്ടേഴ്സ് ആയാലും ഇഷ്ടംപോലെ പേരുണ്ട് ഈ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഹയറിംഗ് കിട്ടാത്ത ആൾക്കാർ. മെയിൻ കാരണം ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡ് അറിയാലോ, എല്ലാ പിള്ളേരും പുറത്തേക്ക് പഠിക്കാൻ പോവാണ്. പുറത്തേക്ക് പഠിക്കും. അപ്പോ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് കൂടുതൽ പേയ്മെന്റ് കിട്ടാനുണ്ടാവും. അത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ചെയ്യുന്ന മെജോറിറ്റി ക്ലയൻസ് ഇന്റർനാഷണൽ ക്ലയൻസ് ആണ്. അപ്പൊ അവരുടെ പേയ്മെന്റ് എനിക്ക് ഇവിടെ കിട്ടാണ്. അത് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ചാൻസ് നിന്ന് നമ്മുടെ നാട്ടിൽ അറിയണം. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 47 സ്റ്റുഡൻസ് നമ്മൾ കൺവേർട്ട് ചെയ്തു. നമ്മൾ പ്ലാൻ ചെയ്തത് 10 സ്റ്റുഡൻസ് ആണ്. ഈ 10 സ്റ്റുഡൻസിൽ തന്നെ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി വന്നാൽ തന്നെ അതിലൊരു പ്രോസസ്സിംഗ് ഉണ്ട്. അതെ അതെ, ലൈക്ക് ഒരു ഇന്റർവ്യൂ, ജസ്റ്റ് ഒരു ബേസിക് ഇന്റർവ്യൂ. കൂടുതൽ നോക്കുന്നത് നമ്മള് ക്വാളിറ്റി നോക്കുന്നത്, ക്വാണ്ടിറ്റി അല്ല. അതെ, പഠിച്ചിറങ്ങാൻ പറ്റുന്ന ലൈക്ക് അവർക്കൊരു ഡിറ്റർമിനേഷൻ വേണം. ലൈക്ക് പഠിച്ച പാഷൻ വേണം Passion അവർക്ക്. വേണം. അതായത് ഒന്നല്ലെങ്കിൽ ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റ്, അത് പറഞ്ഞപ്പോഴാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചത് ഡിജിറ്റൽ മാർക്കറ്റർ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ എന്റെ കുറേ കേസ് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോ ഇൻഹൗസ് കയറാം, ഏജൻസിയിൽ കയറാം, അതിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, അനലിസ്റ്റ്, പിന്നെ അത് വിടാണെങ്കിൽ ഫ്രീലാൻസേഴ്സ്, ഓൺടർപ്രണർ. ഇപ്പൊ എന്റെ കേസ് ഇതായിരുന്നു. ഇപ്പൊ എംപ്ലോയി ആയിട്ടുണ്ട്, ഫ്രീലാൻസർ ആയിട്ടുണ്ട്, ഇപ്പൊ ഓൺടർപ്രണറായി. ഇപ്പൊ സാധാരണ സ്റ്റുഡൻസില് ജസ്റ്റ് അവരൊരു മനസ്സിലൊരു ധാരണയുണ്ട്, ലൈക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ മാത്രം അതെ, അതിലൊതുങ്ങി പോസ്റ്റിംഗ് മാത്രമാണ് അതിലൊതുങ്ങി തീരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു ധാരണ പിള്ളേർക്കുണ്ട്. അതുപോലെ തന്നെ കുറെ ഇപ്പൊ നമുക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അവര് തന്നെ ചോദിക്കുന്നുണ്ട് ഡെയിലി കോഡിംഗ് റിലേറ്റഡ് ആണോ? അല്ലല്ല, കോഡിങ് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ. ഇപ്പൊ പറഞ്ഞ പോലെ, അക്ഷയ് പറഞ്ഞ പോലെ തന്നെ ഇതില് കോഡിംഗ് നോളജ് വേണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജസ്റ്റ് പോസ്റ്റ് കമന്റ് അടിക്കുന്നതാണ്, മെസ്സേജ് റിപ്ലൈ അയക്കുന്നതാണ്. ഇതൊന്നുമല്ല. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസിക് പോലും അല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബേസ് ആയിരിക്കും നമ്മുടെ ശരിക്കുള്ള ബേസ് എന്ന് പറയുന്നതിന്റെ. ഓക്കെ, അപ്പോ ശരിക്കും അഡ്വാൻസ് ലെവലുകളുണ്ട്. അഡ്വാൻസ് ലെവലുണ്ട്, പീക്ക് അഡ്വാൻസ് ലെവലുണ്ട്. നേരിട്ട് ബിസിനസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന രീതിക്ക് വരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ലൈക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ്, അതിന്റെ കോർ ഏരിയ പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സിന്റെ കോർ Profit ആണ്. അപ്പോ അതിന്റെ ക്ലയൻസ് അപ്പൊ അങ്ങനത്തെ ക്ലയൻസ്. അതുപോലെ ഇപ്പൊ പറഞ്ഞല്ലോ കോഡിംഗ് റിലേറ്റഡ് ആണോ, ഇത് പല കുറെ അതിന്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ കേസ്, എന്റെ സ്വന്തം കേസിന് എടുക്കുകയാണെങ്കിൽ അക്ഷയ്ക്ക് പറയാലോ, ഞാൻ അത്രയും അഡ്വാൻസ് ഒന്നല്ലായിരുന്നു പഠിക്കണം. ഞാനൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആ ഒരു കാറ്റഗറി ആയിരുന്നു എന്റെ ഒരു അക്കാഡമിക് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജോലി കിട്ടി. ജോലി കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടി. ഇപ്പൊ ബ്ലൂസ്റ്റിക്കിലായിരുന്നു ഞാൻ ജോലി, ബ്ലൂസ്റ്റിക് മീഡിയ കോട്ടയത്തുള്ള ഏജൻസി ആയിരുന്നു. അവിടെ ഞാൻ ഒരു ഇന്റേൺ ആയിട്ട് കയറിയതാണ്. അപ്പൊ അവിടെ ഒരു 2 ഇയേഴ്സ് സ്പാനിൽ ഞാൻ അവിടെ ഹെഡ് ഓഫ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് എത്തി. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായി. അപ്പൊ അവിടെ ജസ്റ്റ് 4,000 റുപ്പീസിനാണല്ലോ അവിടെ. അതിനൊപ്പം ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റിയ. Freelancing. അപ്പോ ആ ഫ്രീലാൻസിന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് സ്വന്തം ഒരു ഏജൻസി തുടങ്ങാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നു. എത്തി. അങ്ങനെ നമ്മൾ നേരെ അടുത്ത വെഞ്ചറിലേക്ക് പിടിച്ചു, TMS അക്കാഡമി. ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ച്വലി 2 ഇ കൊമേഴ്സ് പ്രൊഡക്ട്സ് പ്ലാനുകളുണ്ട്. അതിൽ ഒരെണ്ണം ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, ഒരു അപ്പാരൽ ബ്രാൻഡ്. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റും, ഒരു ലേറ്റസ്റ്റ് ബ്യൂട്ടി പ്രൊഡക്റ്റും ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ ക്ലാസ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബറിലായിരിക്കും. ഡിസംബർ ആയിരിക്കും. യെസ്. അപ്പോ ഡിസംബർ പകുതിയോട് ഡിസംബർ നമ്മൾ ഓൾറെഡി ഒരു ബാച്ച് ഫില്ലായി. ഇനി ഒരു ഫസ്റ്റ് ബാച്ച് നമ്മൾ ഓൾറെഡി ഫില്ലായി. അപ്പൊ ഇനി ഒരു ബാച്ച് കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അല്ല, ഡിസംബറിലായിരിക്കും നമ്മൾ ക്ലാസ്സസ്, ഈ ഫസ്റ്റ് ബാച്ചിന് ക്ലാസ് കൊടുക്കുന്നത് ഡിസംബറിലായിരിക്കും. അതെ അതെ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് നമ്മള്. കാരണം അവർക്ക് എത്രത്തോളം വാല്യൂ ആഡിങ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം. കാരണം ഇപ്പോ ഡെയിലി ഇപ്പൊ ഫേസ്ബുക്ക് ആഡ്സും ഗൂഗിൾ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഡെയിലി ഡാഷ്ബോർഡ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്.